ല്ല ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് ആവശ്യം. സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയും അമ്മയാണ് പെങ്ങളാണെന്നുള്ള ബോധവും പെൺകുട്ടികൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന ആങ്ങളമാരെയാണ് അവർക്ക് ആവശ്യമായി വന്നിരിക്കുന്നത്. സ്വന്തം മേൽക്കൂരക്കുള്ളിൽ പോലും, സ്വന്തം വീട്ടിന്റെ മേൽക്കൂരക്കുള്ളിൽ പോലും മെഴുകുതിരിയോ വിളക്കോ കത്തിച്ചു വെച്ച് സ്വന്തം നിദ്രാവിഹീനമായ രാവുകളെ സൃഷ്ടിക്കേണ്ട സാഹചര്യം നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ നാട്ടിലുണ്ടായില്ലേ? നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടായില്ലേ? സ്വന്തം വീട്ടിന്റെ അകത്ത് പോലും അവർ സുരക്ഷിതരാണോ? എന്തിനാണ് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ തന്നെ മക്കളെ കൊല്ലുന്നത്? എന്തിനാണ് മാതാപിതാക്കൾ ജീവിച്ചു കൊണ്ടിരിക്കെ മക്കൾ അനാഥാലയത്തിൽ വളരുന്നത്? നമ്മുടെ കട്ടപ്പനയിലെ ഷെഫീഖ് ഒരു ക്രിമിനലാണോ? ഏതെങ്കിലും ഒരു കൂട്ടരോട് അടങ്ങാത്ത പക തീർക്കാൻ പറ്റ വയസ്സ് ഷെഫീഖിനുണ്ടോ? 5.5 വയസ്സുള്ള ഷെഫീഖ് മാതാപിതാക്കളോട് എന്ത് ക്രൂരതയാണ് ചെയ്തത്? അയൽവാസിയോട് എന്ത് ക്രൂരതയാണ് ചെയ്തത്? സമൂഹത്തോട് ഷെഫീഖ് എന്ത് ക്രൂരതയാണ് കാട്ടിയത്? നെട്ടും പൊട്ടും തിരിയാത്ത ക്രിക്കറ്റ് ബാറ്റ് പോലും കയ്യിൽ പിടിക്കാൻ കഴിയാത്ത ഒരു പ്രായത്തിൽ ഷെഫീഖ് ഒരു ക്രിമിനലായി മാറാൻ കഴിയുമോ? എന്നിട്ടും മാതാപിതാക്കൾ എന്തിനാണ് ഷെഫീഖിനെ അടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്? ഇപ്പോഴും ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയോ ബാപ്പ എന്ന് വിളിക്കാൻ ബാപ്പയോ ഇല്ലാതെ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നിയമിച്ചു കൊടുത്ത ഒരു അംഗൻവാടി ടീച്ചറുടെ ഉത്തരവാദിത്തത്തിൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലെ അനാഥാലയത്തിൽ ആരോ കൊണ്ടുവന്ന് കൊടുത്ത കളിപ്പാട്ടങ്ങളോട് സല്ലപിച്ച് ജീവിക്കേണ്ട ഗതികേട് 5.5 വയസ്സുള്ള ഈ കുഞ്ഞിളം പൈതലിന് ഉണ്ടാക്കിക്കൊടുത്തത് അവരുടെ മാതാപിതാക്കളല്ലേ? എന്താണ്, എവിടെയാണ് ഈ ലോകം എത്തി നിൽക്കുന്നത്? അവർക്ക് സാന്ത്വനത്തിന്റെയും സ്നേഹത്തിന്റെയും സ്പർശമുണ്ടാക്കി അവരെ ഒരു വിരൽ തുമ്പത്തെടുത്തുകൊണ്ട് സ്പർശിച്ചു നടക്കേണ്ട അവരുടെ രക്ഷിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ തന്നെ ക്രൂരമായ പീഡനത്തിന് അവരെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിങ്ങൾ കാണുന്നില്ലേ? 5.5 വയസ്സുള്ള ഷെഫീഖ് 2 വയസ്സുള്ള മന്ദബുദ്ധികളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവസാനത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിലാത്തിക്കുളത്ത് 6 വയസ്സുള്ള അതിഥി എന്ന പാവപ്പെട്ട പെൺകുട്ടി ഈ സമൂഹത്തിന് വല്ല ബാധ്യതയും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ സമൂഹത്തോട് വലിയ ക്രൂരതയും ഉണ്ടാക്കിയിട്ടുണ്ടോ? മാതാപിതാക്കൾക്ക് ഇഷ്ടം പോലെ ജീവിക്കുന്നതിന് ഈ പെൺകുട്ടി വല്ല തടസ്സവും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ പെൺകുട്ടിയെ നോക്കാൻ കഴിയില്ലെങ്കിലും സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിലും ആ പെൺകുട്ടിയെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ നല്ല മനസ്സിന്റെയും സ്നേഹനിധികളുമായ മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കില്ലേ? അതിരിക്കെ എന്തിനാണ് അവരുടെ രണ്ടാനമ്മയും അച്ഛനും കൂടി ആ കുട്ടിയെ തച്ചു കൊന്നത്? എന്ത് കാരണത്തിന്റെ പേരിലാണ് ആ കുട്ടി പട്ടിണിക്കിട്ടത്? ഭക്ഷണം ഏറെ കഴിച്ചതിന്റെ പേരിൽ ആളുകൾ മരിച്ചു പോകുന്ന ഒരു രാജ്യത്ത് ഒരാഴ്ചയായിട്ടും ഭക്ഷണം കഴിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് 6 വയസ്സുള്ള ഓമന പൈതൽ എന്ന അതിഥി എന്ന പാവപ്പെട്ട പെൺകുട്ടിക്ക് യാത്ര പോകേണ്ടി വന്നത് ഈ നാട്ടിൽ നടക്കുന്ന ക്രൂരതയല്ലേ? കോഴിക്കോട്ടെ തുണിഷോപ്പുകളുടെ മറ്റ് വ്യാപാര സമുച്ചയങ്ങളുടെ ഷോറൂമായ RP മകളിൽ നിന്ന് സ്വന്തം മക്കൾക്ക് കുഞ്ഞുടുപ്പുകൾ വാങ്ങിക്കൊടുത്ത് ഭാര്യയെ ബൈക്കിൽ കയറ്റി മക്കളെ നെഞ്ചകത്തോട് ചേർത്ത് വെച്ച് നാഷണൽ ഹൈവേയുടെ ബൈക്കോടിച്ച് ഒരു യുവാവ് കഴിഞ്ഞ റമദാൻ മാസം അവസാനത്തെ 10-ന് നേരെ പോയത് സ്വന്തം വീട്ടിലേക്കല്ല, ഉപ്പ വാങ്ങിത്തന്ന കുഞ്ഞുടുപ്പുകൾ അണിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന പാവമക്കളുടെ കളിക്കൊഞ്ചലുകളിലേക്കല്ല ആ ബാപ്പ ബൈക്കോടിച്ച് കയറ്റിയത്. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ശിഷ്ടകാലം ജീവിക്കാൻ ഇവർ തടസ്സമാണ്, ഈ പെൺകുട്ടി തടസ്സമാണ്, ഈ മക്കൾ തടസ്സമാണെന്ന് കണ്ടപ്പോ ഒരു വെള്ളക്കെട്ടിലേക്ക് ഈ 2 മക്കളെയും ഭാര്യയും അടങ്ങുന്ന ബൈക്ക് ഓടിച്ചിറക്കി അവർ പുഴയിൽ കായലിൽ മുങ്ങി മരിക്കുന്നത് കരക്കിരുന്ന് ആസ്വദിച്ച ഒരു 33 വയസ്സുള്ള യുവാവ് മലപ്പുറം ജില്ലക്കാരനല്ലേ? ആ മക്കളെയൊക്കെ മുക്കിക്കൊന്നിട്ട് ഭാര്യയെ കൊന്നിട്ട് വേറെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനോടൊപ്പം ശിഷ്ടകാലം ജീവിക്കുമ്പോൾ ഇവനുണ്ടാകുന്ന മാനസിക സ്വസ്ഥത എവിടുന്ന് കിട്ടിയതാണ്? ആ മാനസിക സ്വസ്ഥതയുടെ പേരെന്താണ്? ഈ മലയാളിയായ മനുഷ്യന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? സ്വന്തം ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് വേറൊരാൾക്ക് വിറ്റപ്പോ അതിന്റെ കമ്മീഷൻ മകന് കൊടുക്കാതെ വന്നപ്പോ ഒരു കടാരയും എടുത്ത് ബാപ്പാന്റെ മാറ് കുത്തിപ്പിളർന്ന് ബാപ്പാനെ കൊന്ന് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരായ യുവാവും മലപ്പുറം ജില്ലയിലല്ലയോ ജീവിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വിഷയങ്ങളുടെയൊക്കെ ഗൗരവം തപിച്ചുപോയിരിക്കുന്നു. ഇത് വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യന്ത്രങ്ങളുടെ മുരൾച്ച മാത്രമാണ് ഈ ലോകത്ത് കേൾക്കുന്നത്. നിസ്സഹനായ മനുഷ്യൻ ഈ കടലിൽ ഒരു തുള്ളി വെള്ളം പോലെ നിസ്സാരമാണ്. മനുഷ്യൻ അത്രത്തോളം നിസ്സാരമാണ്. ഭൂമിയിലൂടെ നടക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. ആകാശത്ത് പറവകളെ പോലെ പറക്കാനുള്ള ശക്തി മനുഷ്യനുണ്ട്. സമുദ്രത്തിൽ മത്സ്യത്തെ പോലെ നീന്താനുള്ള ശക്തി മനുഷ്യനുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ മനുഷ്യന് നടക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ജീവിച്ചാൽ വല്ല കഥയുമുണ്ടോ? ഞാൻ എന്റെ സുഹൃത്തുക്കളോടും എന്റെ കൊച്ചനുജന്മാരോടും പറയുന്നു, നിങ്ങളുടെ ബാപ്പയെയും നിങ്ങളുടെ ഉമ്മയെയും
നിങ്ങളുടെ ബാപ്പയെ നിങ്ങളുടെ ഉമ്മ ശുശ്രൂഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ വല്യപ്പയെ നിങ്ങളുടെ വല്യമ്മ ശുശ്രൂഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വല്യപ്പ ഒരു കിടക്കയിൽ നിന്ന് കിടക്കാൻ പോലും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ മലമൂത്ര വിസർജനം അതേ കിടക്കയിൽ തന്നെ നടത്തുമ്പോഴും വല്യപ്പ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ വല്യപ്പയ്ക്ക് വേണ്ടി കാവലിരിക്കുന്ന നിങ്ങളുടെ വല്യമ്മയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എത്ര വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവർ ആ മനുഷ്യനെ പോറ്റി വളർത്തുന്നത്, ആ മനുഷ്യന്റെ ജീവിതത്തിന് കാവലിരുന്നു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ഒക്കെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ, നിങ്ങൾ കാമുകിമാരെന്നോ മറ്റോ ഗേൾഫ്രണ്ടെന്നോ ഒക്കെ പേരിട്ട് വിളിക്കുന്ന നിങ്ങളുടെ സതീർത്ഥരായ പെൺകുട്ടികൾ, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ നിങ്ങളോടൊപ്പം വലുതായി വലുതായി വരികയാണ്. അവർ വല്യമ്മയാകും, അവർ താത്തയാകും, നിങ്ങളും വല്യപ്പയാകും. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഇന്നത്തെ വല്യമ്മ ചെയ്യുന്നത് പോലെ ആ പെൺകുട്ടികൾ ചെയ്യുമെന്ന ബോധം നിങ്ങൾക്കുണ്ടോ? അവർ നിങ്ങളുടെ മലമൂത്ര വിസർജനം എടുത്ത് കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യശാമരുവിന്റെ ഇടയിൽ ചാനൽ കാണുന്ന പെൺകുട്ടി, ബാപ്പാക്ക് ടച്ച് സ്ക്രീനിന്റെ ഫോണിന് കത്തെഴുതുന്ന പെൺകുട്ടി, മൊബൈൽ ഫോൺ വിളിക്കുന്ന പെൺകുട്ടി, ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും കളിച്ചിട്ട് ശിഷ്ടകാലം ജീവിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഇന്നത്തെ നിങ്ങളുടെ വല്യമ്മയെ പോലെ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് പെരുമാറുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് യശാവാങ്ങം കൊടുക്കുന്നതിന്റെ ഇടയിൽ വിശുദ്ധ ഖുർആന്റെ അക്ഷയക്കനിയിൽ അമൂല്യ സമ്പത്തുകൾ വീടുകളിൽ നിന്ന് ഒഴുകി ഒഴുകി വന്നിരുന്നു. ഇന്നതുണ്ടോ? ഇന്നുണ്ടോ? അവർ അത് ചെയ്യുന്നുണ്ടോ? ദിക്ർ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മതഗ്രന്ഥങ്ങൾ പരിപാലിക്കപ്പെടുന്നുണ്ടോ? എല്ലാം പോട്ടെ, അതൊക്കെ നിർത്തിവെച്ചെങ്കിൽ പോട്ടെ. കളികൊഞ്ചലുകളുടെ സ്നേഹപ്പറച്ചിലിന്റെ വർത്തമാനത്തിന്റെ ഒരു കൂട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എല്ലാം അവസാനിച്ചു. പകരം വീട്ടിന്റെ ഉമ്മറകളിലൂടെ നിങ്ങൾ കയറി ചെന്നാൽ നിങ്ങൾ കേൾക്കുന്നത് എന്താണ്? ചാനൽ മഴ പെയ്തിറങ്ങുന്നതിന്റെ ഇരമ്പലാണ് കേൾക്കുന്നത്. ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ, ചാനൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ പ്രായമായവർ പോലും. ഇവർ വളർന്ന് വളർന്ന് വലുതായി നമുക്ക് വയസ്സാകുമ്പോൾ നമ്മുടെ ഒപ്പം എത്തുമ്പോ നമുക്ക് ആവതില്ലാത്ത ഒരു കാലം വന്നാൽ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു കാലം വന്നാൽ നിങ്ങളെ പരിചരിക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും ഇവർ കൂടെയുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് അതിന് കാരണം? നിങ്ങൾ ഈ ലോകത്തെ ചിട്ടപ്പെടുത്തണം, ഇതിനെ ക്രമീകരിക്കപ്പെടണം. യുവാക്കളെ, എന്റെ കൊച്ചനുജന്മാരെ, കുഞ്ഞുമോനെ, നിങ്ങളുടെ ഇത് പറയാൻ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ച്, ലീഗിന്റെ ബാനർ വെച്ച് നിങ്ങളുടെ ഇപ്പൊ ഇത് പറയുന്നതിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. വെളിപ്പാടകലെ ഒരു തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുകയാണ്. മോഡിയെക്കുറിച്ച് പറയാനുണ്ട്, അച്യുതാനന്ദനെ കുറിച്ച് പറയാനുണ്ട്, നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മണ്ണിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാനുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കപ്പെടാനുണ്ട്. രാഷ്ട്രീയം അത് തന്നെ എമ്പാടും പ്രസംഗിക്കാനുണ്ട്. രാഷ്ട്രീയത്തിന്റെ മേമ്പൊടി തൊട്ടു തീണ്ടാതെ എന്തിനാണ് നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം ലീഗ് അത് ബാധ്യസ്ഥപ്പെട്ട പാർട്ടിയാണ്. മുസ്ലിം ലീഗ് അതിന് ബാധ്യസ്ഥപ്പെട്ട പാർട്ടിയാണ്. നിങ്ങൾ അറിയില്ലേ, മരിക്കുവോളം പാലക്കാട്ട് നിന്ന് ഒരിക്കൽ പാണക്കാട്ടെ വീട്ടിലേക്ക് പൂക്കോയത്തങ്ങളെ കാണാൻ വേണ്ടി ഒരു സംഘം വന്നുവത്രേ. രാത്രിയായപ്പോൾ ലൈറ്റണച്ച് പൂക്കോയത്തങ്ങൾ കിടന്നുറങ്ങിയിരിക്കുന്നു. ആ പൂക്കോയത്തങ്ങൾ ആ സമയത്ത് വിളിച്ചുണർത്തുന്നത് ശരിയല്ല, പന്തികേടല്ല എന്ന് തോന്നിയ അവർ തങ്ങളുടെ കൊടപ്പനക്കൽ വീട്ടിലെ കോലായിൽ കിടന്നുറങ്ങി. സുബഹി നമസ്കരിക്കാൻ വേണ്ടി കതക്ക് തുറന്ന് പുറത്തേക്കിറങ്ങിയ പൂക്കോയത്തങ്ങൾ തന്റെ വീട്ടിൽ സർവ്വതും മറന്ന് കിടന്നുറങ്ങുന്ന ഒരു കുടുംബത്തെ കണ്ടു. അവരെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നവരാണ്. തങ്ങളെ ബസ് കിട്ടാതെ വഴുകി ഇവിടെ എത്തിയപ്പോൾ അർദ്ധരാത്രി ആയിപ്പോയി. ഇവിടെ വന്നപ്പോൾ ലൈറ്റ് അണച്ച് തങ്ങൾ കിടന്നുറങ്ങിയിരിക്കുന്നു. തങ്ങളെ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടാക്കരുതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് രാവിലെ തങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങളുടെ കാര്യം തങ്ങളോട് പറഞ്ഞു പോകാമല്ലോ എന്ന് കരുതി ഇവിടെ കിടന്നുറങ്ങിയതാണ്. ഉടനെ പൂക്കോയത്തങ്ങൾ ചോദിച്ചു, നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞങ്ങൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. തങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് പറഞ്ഞയച്ചതിന് ശേഷം തന്റെ സഹായികളെ വിളിച്ച് പൂക്കോയത്തങ്ങൾ പറഞ്ഞു, ഇത് എന്റെ കിടപ്പ് മുറി, ഇന്നലെ വരെ ഞാൻ കിടന്ന കിടപ്പ് മുറിയല്ല. എന്റെ കിടപ്പ് കട്ടിലിൽ ഇന്നലെ വരെ ഇട്ട സ്ഥലത്തല്ല ഇടേണ്ടത്. ഏതൊരു രാത്രിയിലും ഏത് പാതിരാ സമയത്തും ഈ വീട്ടിലേക്ക് ആര് കയറി വന്നാലും തന്റെ വീട്ടിന്റെ മുമ്പിലെ ജനൽവാതിലിന്റെ ഉള്ളിലൂടെ കൈയിട്ട് തന്നെ തോണ്ടി വിളിക്കാൻ പാകത്തിലേക്ക് തന്റെ കട്ടില് മാറ്റിയിടണം. അങ്ങനെ തന്നെ തോണ്ടി വിളിക്കാൻ പാകത്തിൽ ജനവാതിലിന്റെ അടിയിലേക്ക് കട്ടില് മാറ്റിയിട്ട് വഫാത്താകും വരെ കിടന്നുറങ്ങിയ വലിയ മനുഷ്യന്റെ പേരാണ് പൂക്കോയത്തങ്ങൾ. ആ പൂക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ സംവിധാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുതലക്കളത്തെ മുസ്ലിം ലീഗിന്റെ മൈതാനത്തിലേക്ക് കയറി വരുമ്പോ ബാഫക്കി തങ്ങൾ ഞങ്ങളുടെ നേതാവ് ധീരതയോടെ നയിച്ചോളൂ എന്ന മുദ്രാവാക്യം കേട്ടപ്പോ മൈക്കിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മഹാനായ ബാഫക്കി തങ്ങൾ പറഞ്ഞു അത്രേ, ബാഫക്കി തങ്ങൾ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കേട്ടുകൊണ്ടാണ് ഞാൻ വേദിയിലേക്ക് വന്നത്. ബാഫക്കി തങ്ങൾ മുർദാബാദ് എന്ന മുദ്രാവാക്യം എന്റെ കാതുകളിൽ വരുന്നതിന് മുമ്പ് എന്നെ നീ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച മഹാനായ അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്.
ആ മുസ്ലിം ലീഗിന് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയും കടമയും ഉത്തരവാദിത്വവുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പൂത്തിരി കത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും നമ്മുടെ പൂർവികന്മാർക്ക് പയച്ചിട്ടില്ല. നന്മയുടെ ഒരു വസിയത്ത് മലയാളക്കരക്ക് സമർപ്പിച്ചുകൊണ്ടാണ് അവസാനം എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുമ്പിൽ നിന്ന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും യാത്ര പോയത്. നന്മയുടെ ഒരു വസിയത്ത്. 72 വയസ്സ് വരെ ജീവിച്ച മഹാനായ ശിഹാബ് തങ്ങൾ 72 മണിക്കൂർ പ്രസംഗിച്ചിട്ടില്ല. കാസർഗോട്ടിന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചിട്ടില്ല. ആയിരക്കണക്കിന് വരുന്ന മുസ്ലിം ലീഗിന്റെ അനുഭാവികൾ അഭിസംബോധനം ചെയ്യാൻ ആയിരക്കണക്കിന് വേദികൾ കിട്ടിയപ്പോഴും വാക്കിൽ മിതത്വം മാത്രം പാലിച്ചു. രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും അതിന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട നേതാവുമായിരുന്നപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് ചീറി വന്ന ഒളിയമ്പുകൾക്കെതിരായിട്ട് വിമർശിക്കപ്പെടുമ്പോൾ വിമർശനത്തിൽ പോലും മിതത്വം പാലിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പൊക്കി ഞാനും നിങ്ങളും നോക്കി നിൽക്കുക. അടുത്ത കാലത്ത് നമ്മൾക്കിടയിൽ നിന്ന് പിരിഞ്ഞുപോയ ശിഹാബ് തങ്ങൾ ചെയ്തതും നന്മയുടെ ഒരു വസിയത്ത് സമൂഹത്തിന് കൊടുക്കലായിരുന്നു. അതുകൊണ്ട് ഇവിടെ സ്നേഹം പൂത്തുലയപ്പെടേണ്ടതുണ്ട്. ഈ ആകാശത്തിന്റെ നീലിമയിൽ സൗഹൃദത്തിന്റെ പൊൻചന്ദ്ര കല തെളിഞ്ഞു വരേണ്ടതുണ്ട്. അതിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻ. അതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനാണ് ഈ ക്യാമ്പയിൻ. ഇവിടെ സൗഹാർദ്ദമുണ്ടാകണം. ഇവിടെ നമ്മളെ മക്കൾ സംരക്ഷിക്കപ്പെടണം. ഇവിടെ വൃദ്ധസദനങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. വയസ്സായ മാതാപിതാക്കളെ പരിചരിക്കപ്പെടണം. ബാപ്പക്കും ഉമ്മക്കും അർഹിക്കുന്ന ഗൗരവം കാണണം. ആവശ്യമില്ലാത്ത രീതിയിലേക്കുള്ള സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. നാട്ടിലെ പ്രാദേശിക വിഷയങ്ങളുടെ പേരിലോ മറ്റോ നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തരുത്. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ജീവൻ കൊടുത്ത് ജീവാർപ്പണം ചെയ്തുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതോ ചെറിയ വിഷയങ്ങളുടെ പേരിൽ പ്രയാസമനുഭവിക്കേണ്ട പാർട്ടിയല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ഈ നാട്ടിലെമ്പോഴും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു നിയമം പോലും തെറ്റിക്കാതെയാണ് മഹാനായ ഖായിദെ മില്ലത്ത് മരിച്ചുപോയത്. ഖായിദെ മില്ലത്തിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ പിന്നാമ്പാകത്ത് റെയിൽവേയുടെ ട്രാക്ക് കടന്നു പോവുകയാണ്. റെയിൽവേ ലൈൻ കടന്നു പോവുകയാണ്. അതിന്റെ മുമ്പിലൂടെയാണ് തീവണ്ടി കടന്നു പോവുക. ആ റെയിൽ മുറിച്ചു കടന്നാൽ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിലെത്താം. പക്ഷേ 1.5 കിലോമീറ്റർ വീണ്ടും സഞ്ചരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്ന ഖായിദെ മില്ലത്തിനോട് അനുചാരന്മാർ ചോദിച്ചു, എന്തിനാണ് അങ്ങക്ക് ഈ റെയിൽപാത മുറിച്ചു കടന്നാൽ ഇത്രയും ദൂരം സഞ്ചരിക്കണോ? അല്പസമയം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഖായിദെ മില്ലത്ത് പറഞ്ഞത് അത് നിയമലംഘനമാണെന്നാണ്. ചെറിയൊരു കാര്യത്തെ പോലും വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പരിപാലിച്ചു പോന്ന ഒരു വലിയ മനുഷ്യനാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇവരൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ രാഷ്ട്രീയ സംവിധാനം, ആ സംവിധാനവുമായി മുന്നോട്ട് പോകണം. എല്ലാ അറിവുകളും നമ്മൾ ആവാഹിച്ചെടുത്തിരിക്കുന്നു. അറിവിന്റെ കാര്യത്തിൽ ഇന്നൊരു പഞ്ചവുമില്ല. ഇനി നമുക്ക് അറിവല്ല ആവശ്യം, നമുക്ക് തിരിച്ചറിവാണ് ആവശ്യം. ഡിഗ്രി എല്ലാം ഉണ്ട്, എല്ലാ പത്രാസുകളുമുണ്ട്. വലിയ വലിയ കോളേജുകളിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ഡിഗ്രികളാണ് നമ്മൾ നേടാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ തിരിച്ചറിവാണ് ആവശ്യം. ഈ ലോകത്തതാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ബാപ്പാനെ കൊല്ലുന്ന മനുഷ്യർ ജീവിക്കുന്ന ലോകം. സ്വന്തം മക്കള് വെള്ളക്കെട്ടിൽ മുങ്ങി മരിക്കുന്നത് കൗതുകത്തോടു കൂടി നോക്കി നിന്ന് ആശ്വസിക്കുന്ന ബാപ്പമാര് ജീവിച്ചിരിക്കുന്ന ഈ ലോകം. ആ ലോകത്ത് നന്മ കൊണ്ടൊരു പുതിയ വാതായനങ്ങൾ തുറക്കാൻ നമുക്ക് സാധിക്കണം. സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും പുതിയ വിളനിലങ്ങളായി നമ്മുടെ വീടുകൾ മാറേണ്ടതുണ്ട്. അതിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4-5 സ്ഥലങ്ങളിൽ ഇന്ന് ക്യാമ്പയിൻ നടക്കുന്നു. ഒതുക്കങ്ങളിലും പറപ്പൂരിലും കണ്ണമംഗലത്തും ഒക്കെയായി. അവിടെ ചില 1-2 സ്ഥലങ്ങളിൽ കൂടി എനിക്ക് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പോകണം. അത് മാത്രമല്ല, 4 ദിവസം മുമ്പ് പ്രവാചകനെ കുറിച്ച് കവിത പാടിയ ശ്രീ സുകുമാർ കക്കാട് എന്റെ ഫോണിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഏതെങ്കിലും ഒരു വിഷൻ ക്യാമ്പയിനിൽ എന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് പങ്കെടുപ്പിച്ചിരിക്കണം. സുകുമാർ കക്കാട് ഒരുപക്ഷെ നിങ്ങൾ അറിയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്ത സാഹിത്യ പ്രഭുക്കന്മാരുടെ കൂട്ടത്തിൽ നിസാരക്കാരനായിരിക്കാം. പക്ഷേ 101 കവിതകൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എഴുതി മരുപ്പൂക്കൾ എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച വലിയ മനുഷ്യനാണ് സുകുമാർ കക്കാട്. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപ്പാലം പണിത പ്രവാചക, അങ്ങയെ ചുഴിയുമീ 1000 ഓർമ്മകൾ, കുന്തിരിക്കം പുതച്ചെത്തും ഈ മാത്രയിൽ, ജീവന്റെ ജീവനാം നാഗവൈകല്യങ്ങൾ ഏകമാം തമ്മിൽ സോർത്തിച്ച നിസോർത്തക എന്ന് പാടിയ ഒരു അമുസ്ലിമായ കവിയാണ് സുകുമാർ കക്കാട്.
അദ്ദേഹം 3 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു വിഷൻ ക്യാമ്പയിൻ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ക്യാമ്പയിൻ കണ്ണമംഗലം പഞ്ചായത്തിലെ മുക്കിൽ പീടികയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ക്യാമ്പയിനിൽ നിങ്ങൾ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇത് നിങ്ങളുടെ നബിയുടെ ക്യാമ്പയിനാണെന്നാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. ജീവിത പരിസരത്തെ കുറിച്ചല്ലയോ നിങ്ങൾ പറയുന്നത്, ഇത് നിങ്ങളുടെ മുസ്തഫ നബിയുടെ സന്ദേശം വിളംബരം ചെയ്യുന്ന ക്യാമ്പയിനാണെന്നാണ് സുകുമാർ കക്കാട് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആ വാക്ക് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരികയാണ്. ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടി ഒരു വാഹനത്തിൽ യാത്ര ചെയ്യരുതെന്ന് പഠിപ്പിച്ച വിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഭക്ഷണം കഴിക്കുന്നത് വിശക്കുമ്പോൾ മാത്രമായിരിക്കണം, വിശപ്പ് അവശേഷിപ്പിച്ചുകൊണ്ട് നീ ഭക്ഷണം കഴിക്കൽ നിർത്തണമെന്ന് പഠിപ്പിച്ച മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെയും ഒട്ടകത്തിന്റെ പുറത്തിരുത്തി യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ മുമ്പിൽ കൈ കാണിച്ച് നിർത്തിയിട്ട്, മോനെ മെല്ലെ തെളിയിച്ചു കൊണ്ടുപോ, നിന്റെ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്നത് സ്ഫടികമാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ ഭക്ഷിക്കരുതട്ടോ, അയൽവാസിയുടെ പട്ടിണി നിന്റെ കൂടി പട്ടിണിയാണ്. ആരാണ് പ്രവാചകരെ അയൽവാസി എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ, നിന്റെ വീടിന്റെ മുമ്പിലെ 40 വീട്, നിന്റെ വീടിന്റെ ബാക്കിലെ 40 വീട്, നിന്റെ വീടിന്റെ ഇടത്ത് ഭാഗത്തെ 40 വീട്, വലത്ത് ഭാഗത്തെ 40 വീട്, എല്ലാം കൂട്ടി നോക്കുമ്പോൾ ഒരു 160 വീട്. 160 വീട് നിന്റെ അയൽവാസിയാണെന്ന് പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പറയാനാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ചര്യയും ബാപ്പയ്ക്ക് തങ്ങളുടെ ചര്യയും വലിയ അന്തരമുണ്ട് സുഹൃത്തുക്കളെ. ഹജ്ജത്തുൽ വദാഹിൽ ലോക മുസ്ലിങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ എന്റെ മതം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇനി എനിക്കൊന്നും നിർവഹിക്കപ്പെടാനില്ല. ഇവിടെ വന്നവർ ഇവിടെ വരാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. കാലങ്ങളായി കാലാന്തരങ്ങളായി ഖിയാമത്ത് നാൾ വരെ ലോകാവസാനം വരെ വിശുദ്ധമാക്കപ്പെട്ട ഈ മതത്തിന്റെ കീർത്തനങ്ങൾ ഈ ലോകത്തുയിര് കൊള്ളട്ടെ. ഞാൻ എന്റെ ദൗത്യം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഞാൻ ഹജ്ജത്തുൽ വദാഹിൽ നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ മുഴുവൻ മനസ്സും നിർത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങകലെ മലബാറിലെ കോഴിക്കോട്ട് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ബാഫക്കി തങ്ങൾ 23ാമത്തെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയപ്പോ ലീഗിന്റെ 62 അംഗ വർക്കിംഗ് കമ്മിറ്റി അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് കൊടുത്തു. ആ യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ലീഗിന്റെ ഉന്നതരായ നേതാക്കൾ മാത്രമാണ്. പൂക്കോയ തങ്ങളും ഉമ്മർ ബാഫക്കി തങ്ങളും അടക്കമുള്ള ലീഗിന്റെ നേതാക്കന്മാർ, 62ഓളം വരുന്ന ലീഗിന്റെ നേതാക്കന്മാർ അവരിയ്ക്കുന്ന ഈ സദസ്സിന് നന്ദി പ്രസംഗം നടത്തിക്കൊണ്ട് ബാഫക്കി തങ്ങൾ പറഞ്ഞു, എന്റെ ഈ സ്റ്റേജിന്റെ ഈ സദസ്സിന്റെ ബേക്കിലിരിക്കുന്ന യുവാക്കളെ, ഈ അങ്ങാടിയുടെ തെരുവിൽ എവിടെയെങ്കിലും വെച്ച് എടാ ലീഗായതിന്റെ പേരിൽ എന്ത് കിട്ടിയെന്ന് ആരെങ്കിലും ചവിട്ടിലൊരു മന്ത്രം ഉച്ചരിച്ചാൽ നിനക്ക് നാക്കുകൊണ്ട് ഉത്തരം പറയാൻ അള്ളാഹു കരുത്തു തന്നില്ലെങ്കിലും മനസ്സടക്കി പിടിച്ചൊരു വികാരധാരയോട് കൂടി ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ബാഫക്കി തങ്ങൾ പ്രസംഗിച്ചത്. എത്ര കാലം ഈ ലോകത്ത് ലീഗിന്റെ കൊടി പാറുമോ അത്രയും കാലം അഭിമാനത്തോടു കൂടി ഇക്കാര്യം നിനക്ക് വിളിച്ചു പറയാൻ കഴിയും. ബാഫക്കി തങ്ങൾ മൈക്കിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട നേതാക്കളെ, ലീഗിന്റെ സമുദ്രായ നേതാക്കളെ, നിങ്ങൾ എനിക്കൊരു യാത്രയയപ്പ് തന്നിരിക്കുകയാണ്. ഈ ലോകം പടച്ച് പരിപാലിച്ച് വളർത്തുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നാളെ മദ്രാസ് എയർപോർട്ടിൽ നിന്ന് ഞാൻ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുകയാണ്. പക്ഷെ എല്ലാത്ത പോലെയും ഒരു പോക്കല്ല ഈ പോക്ക്. നാളെ ഞാൻ ഹജ്ജിന് പോകുകയും അവിടെ വെച്ച് ഹജ്ജ് നിർവഹിക്കുകയും മക്കയിൽ വെച്ച് മരിക്കുകയും അവിടുത്തെ ജന്നത്തുൽ മഹലിൽ അന്ത്യവിശ്രമം കൊള്ളാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ, ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഞാൻ ഏറ്റെടുത്ത ഈ കൊടി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്നു, ഈ പാർട്ടിയെയും ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്നു. ഇതുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല, നിങ്ങൾക്കൊരിക്കലും പതറേണ്ടി വരില്ല. ഞാൻ തുടങ്ങി വച്ചത് നിങ്ങൾ തുടരണം, ഞാൻ ഏറ്റെടുത്ത ദൗത്യം നിങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാപനം നിങ്ങൾ ഈ നാട്ടിൽ ഉയർത്തിക്കൊണ്ടു പോകണം. നമ്മുടെ സഹോദരിമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇനിയും പറന്നു വീഴാത്ത ലക്ഷക്കണക്കിന് പിഞ്ചുമക്കളുടെ ചുവടുകളിലും നിങ്ങൾ ലീഗ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ട് നിങ്ങൾ അവിശ്രമിക്കപ്പെടാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് ഇതാ കൊടി, ഇതാ ഈ പാർട്ടി, നിങ്ങൾ ഏറ്റെടുക്കൂ. നാളെ ഞാൻ ഹജ്ജിന് പോകും, അവിടെ വെച്ച് മരിക്കും, അവിടുത്തെ മണ്ണിൽ തന്നെ അന്തിമശ്രമം കൊള്ളുകയും ചെയ്യും. എന്നിട്ട് അവസാനമായിട്ട് പ്രസംഗം ഉപസംഹരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തിരിക്കുന്നു. ഇവിടെ നിൽക്കണം നമ്മുടെ ശ്രദ്ധ. ഹജ്ജത്തുൽ വദാഹിൽ അല്ലാഹുവിന്റെ റസൂൽ ലോക മുസ്ലിങ്ങൾ അഭിസംബോധനം ചെയ്തുകൊണ്ടപ്പോ പറഞ്ഞു, ഞാൻ എന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ സന്തതി ഇവിടെ കോഴിക്കോട്ട് മലബാറിൽ പ്രഖ്യാപിക്കുന്നു, ഞാൻ എന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന്.
കൂട്ടുകാരെ, യുവാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, MSFകാരെ, തങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ പോവുകയും ഹറമിൽ വെച്ച് തങ്ങൾ മരിക്കുകയും അവിടെ അന്തിമശ്രമം കൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നിയോഗമെന്നോണം, ഒരു കുതിരത്തെന്നോണം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ലീഗ് എന്ത് ചെയ്തു, നിനക്ക് ലീഗായിട്ട് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് നിനക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉത്തരം അത് മാത്രമാണ്. MLA-മാരുമായി, മന്ത്രിമാരുമായി, പാർലമെന്റ് മെമ്പർമാരുമായി വളർന്ന് പന്തരിച്ചു നിൽക്കുന്ന ഈ രാഷ്ട്രീയ സംവിധാനമാണ് നിന്റെ സമ്മാനം, നിന്റെ ഗിഫ്റ്റ്, നിന്റെ കോംപ്ലിമെന്റ്. ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന 100% മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന 82 വാർഡുകളുണ്ട്. പശ്ചിമ ബംഗാളിൽ മുസ്ലിങ്ങൾ 100% മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന 110 വാർഡുകളുണ്ട്. ആസാമിൽ 100% മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന 24 വാർഡുകളുണ്ട്. എന്റെയും നിങ്ങളുടെയും ജില്ലയായ മലപ്പുറം ജില്ലയിൽ 100% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു വാർഡ് പോലുമില്ല, ഒരു വാർഡ് പോലുമില്ല. എന്നിട്ടും എന്തിനാണ് ഈ സൗഹൃദ ബന്ധം? എന്നിട്ടും എങ്ങനെ ഉണ്ടാക്കി ഈ രാഷ്ട്രീയ ശക്തി? 5 മന്ത്രിമാരുടെ കാറിന്റെ മുമ്പിൽ ദേശീയ പതാക പാറുന്നതും, 5 മന്ത്രിമാരുടെ കാറിന്റെ മേലെ ഔദ്യോഗികത്തിന്റെ പരവാഹകത അടയാളപ്പെടുത്തി വെക്കുന്ന ചെമന്ന ലൈറ്റ് കോളം വിരിച്ചുകൊണ്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതും, അവർക്ക് ഇവിടുത്തെ പോലീസ് എസ്കോർട്ട് പോകുന്നതും നമ്മളുണ്ടാക്കിയെടുത്ത രാഷ്ട്രീയ ശക്തിയാണ്. അത് തകർക്കാൻ വെക്കല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്തവൻ, അത് തകർക്കാൻ വേണ്ടി ശ്രമിക്കല്ല 2 പഞ്ചായത്ത് മെമ്പർ പോലും എണ്ണി തിട്ടപ്പെടുത്താൻ കേരളത്തിൽ ഇല്ലാത്തവൻ പൂക്കോയ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ജില്ലാ പോലീസിന്റെ സൂപ്രണ്ട് ചോദിച്ചുവത്രേ, തങ്ങളെ ജയില് വേണോ വീട് വേണോ എന്ന്. തങ്ങൾ ചോദിച്ചു എന്താ കാര്യമെന്ന്. ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം, എന്നാൽ വീട് അല്ലെങ്കിൽ ജയില്. ഉടനെ SP-യുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു പൂക്കോയ തങ്ങൾ, പഴയ നിന്റെ വല്യപ്പയുടെ പൂക്കോയക്കുട്ടി പറഞ്ഞു, നിന്റെ കയ്യാമ ഞാൻ പൂമാലയായിട്ടും നിന്റെ ജയിലറ ഞാൻ മണിയറയായിട്ടും സ്വീകരിക്കാം, എനിക്ക് ജയിലിതാ എന്ന് പറഞ്ഞ് പൂക്കോയത്തങ്ങൾ ജയിലിൽ പോയി കിടന്നുണ്ടാക്കിയ പാർട്ടി. അന്ന് പൂക്കോയത്തങ്ങളെ മനസ്സോടെ കയ്യിൽ ലാമം വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതേ ജില്ലാ പോലീസിന്റെ സൂപ്രണ്ട് PK കുഞ്ഞാലിക്കുട്ടി എന്ന പൂക്കോയത്തങ്ങളുടെ അരുമ ശിഷ്യന് സല്യൂട്ട് ചെയ്യുന്നിടത്തേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം പറിച്ചു നട്ടതാണ് കൂട്ടുകാരെ നമ്മുടെ പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യം അതാണ്. യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം വർക്കിംഗ് കമ്മിറ്റി കുഞ്ഞാലിക്കുട്ടിയുടെ കാരാത്തോട്ട വസതിയിൽ നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കെ അരമണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, സർ അങ്ങയെ പുതിയ മലപ്പുറം SP കാണാൻ വന്നിരിക്കുന്നുവെന്ന്. ഉടനെ ഒരു മറുപടി, ഞാനിവിടെ മീറ്റിംഗിൽ ഇരിക്കുകയാണ്, സ്വല്പസമയം വിശ്രമിക്കാൻ പറയും, അവിടെ ഇരിക്കുക എന്ന്. അവിടെ ആലേഖനം ചെയ്യപ്പെടണം. ഞങ്ങളുടെ മീറ്റിംഗിൽ മുഴുവൻ സമയം ഇരുന്ന് എഴുന്നേറ്റ് കുഞ്ഞാലിക്കുട്ടി SP-ന്റെ മുമ്പിലേക്ക് പോയപ്പോ പിന്നെ ഞങ്ങൾ കേട്ടത് കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ സല്യൂട്ട് അടിക്കുന്ന SP-യുടെ ബൂട്ട്സിന്റെ ഭൂമിയിലേക്ക് ആഞ്ഞു ചവിട്ടുന്ന ശബ്ദമാണ്. ഇതേ SP-യാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പൂക്കോയ തങ്ങളെ മുമ്പ് അറസ്റ്റ് ചെയ്ത് ലീഗിന് നേതൃത്വം നൽകിയതിന് വേണ്ടി കൊണ്ടുപോയത്. മലപ്പുറത്തെ കോട്ടക്കുന്നിന്റെ തായ്വാരത്ത് അവിടുത്തെ കലാമേള ഉദ്ഘാടനം ചെയ്യാൻ അബ്ദുറബ് വന്നിറങ്ങിയത് മറന്നോ കൂട്ടുകാരെ? നിങ്ങൾ മറന്നുപോയോ അവിടുത്തെ ആ രംഗം? എന്തിനാ വന്നതെന്നറിയുമോ? ചെസ് നമ്പർ 300, 301, 25 മടഞ്ഞ് കുച്ചിപ്പുടിക്കും ഒപ്പനക്കും മാപ്പിള കോൽക്കളിക്കും വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുറബും ലൈറ്റ് വെച്ച കാറിൽ വന്നിറങ്ങുന്നത് ചരിത്രമാണ്. നീയൊക്കെ കാണാൻ പോയില്ലേ, ആസ്വദിക്കാൻ പോയില്ലേ? പക്ഷെ ചരിത്രമാണ്. അവിടെയാണ് 301, 301, 310 നമ്പർ വെച്ചിട്ട് വാരിയം കുന്നനെയും അനുയായികളെയും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പണ്ട് ബ്രിട്ടീഷിന്റെ പട്ടാളക്കാർ നിർത്തിയത്. തോക്ക് നെഞ്ചത്തോട് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, വല്ലതും പറയാനുണ്ടോ ഇനി? നിന്നെ വെടിവെച്ച് കൊല്ലാൻ പോവുകയാണെന്ന്. ഓരോ നമ്പർ കണക്കെ ബ്രിട്ടീഷുകാരന്റെ കാഞ്ചി അവരുടെയൊക്കെ നെഞ്ചകത്തേക്ക് ഉയർന്നു പൊങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെയാണ് വന്നത് അബ്ദുറബ്. ചെസ് നമ്പർ മാറിയിരിക്കുന്നു. അവർ കലാമേള നടത്താൻ വന്നിരിക്കുകയാണ്. മാറ്റമാണിത്, മാറ്റം. തറയും പറയും വല്യമ്മനെ പഠിപ്പിക്കാൻ വേണ്ടി സാക്ഷരത തുടങ്ങിയ ഒരു കാലം മറന്നോ നിങ്ങൾ? അവിടെ നിൽക്ക്. കരിപ്പൂർ എയർപോർട്ടിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുമായി ആളുകൾ വിമാനമിറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നിടത്തേക്ക് ഇന്നത്തെ വികസനത്തിന്റെ സംസ്കാരത്തെ കൊണ്ടുവന്നല്ലോ. ഇതാണ് നമുക്ക് പറയാനുള്ള സംസ്കാരം, സംസ്ഥാപനം. അതുകൊണ്ട് സ്ഫടികക്കട്ട പോലെ നിങ്ങൾ ലീഗിനെ സംരക്ഷിക്കുകയും നിങ്ങളുടെ ഈ ഗ്രാമത്തിന്റെ ഈ നീലാകാശത്ത് ഉദിച്ചു പൊങ്ങി നിൽക്കുന്ന കാർഷിക നക്ഷത്രമായി മുസ്ലിം യൂത്ത് ലീഗ് മാറട്ടെ. ഈ ഭൂമി നമ്മുടേതാണ്, ഈ ആകാശം നമ്മുടേതാണ്. വിശാലമാണ് ഈ ഭൂമി. പറന്നുയരുക. നീ പറന്നു പൊങ്ങേണ്ട രാജാളി പക്ഷി. നിനക്ക് വേണ്ടിയിട്ടല്ലയോ ഈ നീലാകാശം മേലാപ്പ് വിരിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും.
ഇനി നിങ്ങളോട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ജാഫർ അടക്കൽ അവരുകളാണ്.